വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 22, 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സീസറിന് നികുതി. അപ്പോൾ ഫരിസയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കുടുക്കാം എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹേറോദേസ് പക്ഷക്കാരോടൊത്ത് അവന്റെ അടുത്തേക്ക് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്തു തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാറ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിന്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. പരീക്ഷിക്കുന്നവരോടുള്ള യേശുവിന്റെ യുക്തിഭദ്രമായ സമീപനം. യേശുവിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവാതിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഫരിസയ സമൂഹം. അവർ അതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ പരീക്ഷിക്കുകയും യേശുവിനെ പരിഹസിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരിക്കൽ ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹേറോദേസ് പക്ഷക്കാരുമായി കൂട്ടുചേർന്നുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുകയാണ്. അവർ പ്രത്യക്ഷത്തിൽ യേശുവിനോട് വളരെ ഭവ്യത തോന്നത്തക്ക വിധത്തിലാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത്. ഗുരു എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനയെ തുടർന്ന് അല്പം മുഖസ്തുതി എന്ന് പറയാവുന്ന രീതിയിലുള്ള വാക്കുകളിൽ കൂടെ അവർ യേശുവിനോട് സംസാരിക്കുന്നു. അതിനിടയിൽ അവർ യേശുവിനോടൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ തോന്നും വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണെന്ന്. ഉള്ളിൽ കാപട്യത്തിന്റെയും ദുഷ്ടലാക്കിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ചോദ്യമായിരുന്നു അത്. സീസർ ചക്രവർത്തിക്ക് നികുതി കൊടുക്കണമോ വേണ്ടയോ? അങ്ങയുടെ അഭിപ്രായം എന്താ? അതറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങ് എപ്പോഴും നീതിനിഷ്ഠമായിട്ട് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഞങ്ങൾക്കറിയാം. സീസറിന് നീതി കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. സീസറിന് നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് മതദ്രോഹ കുറ്റമാണ്. ഏതു വിധേനയും യേശുവിനെ വാക്കിൽ കൊടുക്കാം എന്നുള്ള ഉറപ്പോടുകൂടിയാണ് അവർ ഈ ചോദ്യം ഉന്നയിച്ചത്. യേശു ഇവരുടെ ഈ ചോദ്യത്തിന്റെ കൗശലവും അതിന്റെ ദുഷ്ടലാക്കവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോടായിട്ട് ഉത്തരം പറയുന്നു. നിങ്ങൾ എന്തിനെ എന്നെ പരീക്ഷിക്കുന്നു? നിങ്ങളുടെ കാപട്യവും കൗശലവുമാണ് ഈ ചോദ്യമായിട്ട് എന്നെ സ്നേഹിക്കാൻ ഇടവന്നത് എന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു അവരോടായിട്ട് ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു നാണയം നിങ്ങൾ എന്നെ കാണിക്കൂ. അവർ ഉടനെ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു ദേനാറയുടെ നാണയം യേശുവിനെ കാണിക്കുന്നു. യേശു ആ ദേനാറ നാണയം വാങ്ങിക്കൊണ്ട് അതിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ആ രൂപം കാണിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നു, ഇത് ആരുടെ രൂപമാണ്? അവർ പറയുന്നു, ഇത് സീസറിന്റെ രൂപമാണ്. യേശുവിന്റെ ഉത്തരം യുക്തിഭദ്രമായ രീതിയിൽ തന്നെ പുറത്തു വരുന്നു. എങ്കിൽ സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, സീസറിന് അർഹതപ്പെട്ടതാണ്. അതോടുകൂടി തന്നെ യേശു കൂട്ടിച്ചേർക്കുന്നു, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ഇത്രയും സമഗ്രമായ രീതിയിൽ യേശു ഉത്തരം നൽകിയത് കേട്ടപ്പോൾ സുവിശേഷകനായ മത്തായി നമ്മോട് പറഞ്ഞു തരുന്നു, അവർ വിസ്മയിച്ചു പോയി. പിന്നീട് ഒരു അക്ഷരം പോലും യേശുവിനോട് ചോദിച്ച് സമയം കളയാൻ അവര് മെനക്കെട്ടില്ല. അവർ അവിടം വിട്ടു പോയി എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങള്, പരീക്ഷകളും നിരീക്ഷണങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്നതാണ്. അവയൊക്കെ
വളരെ കലാത്മകമായും താലാത്മകമായും യുക്തിഭദ്രമായും യേശു നേരിടുന്നത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത.